ഹലോ എവരിവൺ. ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ചൊക്കെ വെച്ചായിരുന്നു, വീക്ക്ലി ത്രൈസ് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡൻറ്റ് ഡു ഇറ്റ്. ഐ ഓൺലി പോസ്റ്റഡ് വൺസ് ലാസ്റ്റ് വീക്ക്. വൈ? ബിക്കോസ് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് ത്രോട്ട് പെയിൻ ഇതൊക്കെ ആയത് കാരണമായിരുന്നു കേട്ടോ ഞാൻ ചെയ്യാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ദാറ്റ് വിൽ ബി ജസ്റ്റ് എ മിയർ എക്സ്ക്യൂസ്. അത് മാത്രമല്ല, ആക്ച്വലി the first thing that is stopping me to post in YouTube എന്ന് പറയുന്നത് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് എൻ്റെ കൂടുതൽ ഫോക്കസ്. ആസ് ഓഫ് നൗ ഐ ഹാവ് സ്റ്റോപ്ഡ് വൺ കോച്ചിങ്. ഞാനിപ്പോൾ ഒരു 1 month ബ്രേക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്, ദിസ് ജൂലൈ മന്ത്. കാരണം ഒരു ജനുവരി മുതൽ ജൂൺ വരെ ഐ വാസ് ഫുള്ളി ഓക്യുപ്പൈഡ്. അപ്പോൾ ഞാനോട് 1 month ഒരു ബ്രേക്ക് എടുത്തിട്ട് I was in this learning mode and learning and coaching mode. So I thought, okay, I will have myself some time, getting enough time for my own inner work. എൻ്റെ തന്നെ ഇന്നർ വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. സോ ഐ തോട്ട് ദിസ് മന്ത് ഐ വിൽ ബി മോർ ഫോക്കസിങ് ഓൺ ഡൂയിങ് മൈ ഓൺ ഇന്നർ വർക്ക് ടു ബിക്കം മൈ നെക്സ്റ്റ് ബെസ്റ്റ് വേർഷൻ. സോ അപ്പം സോ ഈ ഡേയ്സിലെല്ലാം ഞാൻ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതാണ്, ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് മീ? എന്താണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഐ എം വേറൊരു കാര്യം ചെയ്യുന്നത് പോലെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇതിനകത്ത് കിട്ടാറില്ല. ഞാൻ എന്ത് കാര്യങ്ങളും അതെ, ഞാൻ കൂടുതലും ലോജിക്കലി ചിന്തിക്കാത്ത ഒരാളാണ്. ചെയ്ത് അങ്ങനെയാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങനെയാവും, അങ്ങനെ ചിന്തിച്ച ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ഐ ഓൾവേസ് ഗോ വിത്ത് മൈ ഫീലിങ്സ്. പിന്നെ ഓൾവേസ് ഐ ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ മൈ ഫീലിംഗ്, ഹൗ ഗുഡ് ഐ എം ഫീലിംഗ് ബേസ്ഡ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും എന്താണ് അൾട്ടിമേറ്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ യൂട്യൂബ് വീഡിയോസ് എടുക്കുമ്പം എനിക്ക് ആ ഒരു ഫീൽ ഗുഡ് കിട്ടുന്നില്ല. വൈ? ബിക്കോസ് ഐ ഗോട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയുന്നില്ല. ഐ വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ് എ ലോട്ട്. വേറൊരു കാര്യം ഞാൻ ചിന്തിക്കുക, കാരണം ഇതായിരുന്നു എൻ്റെ മെയിൻ പ്രയോറിറ്റിയിൽ ഈ മന്ത്. ഫോർ ജൂൺ ജൂലൈയിൽ എൻ്റെ മെയിൻ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ കൂടുതൽ പോസ്റ്റ് ചെയ്യണമെന്ന്. റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ തന്നെ ഒരു എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഐ വോണ്ട് ടു ബി അൺകംഫർട്ടബിൾ ആൻഡ് ഡു ഇറ്റ് എനിവേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഐ വോണ്ട് ടു പോളിഷ് മൈ ടോക്ക്, ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ആർട്ടിക്കുലേഷൻ. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലോ. അപ്പോൾ എന്താണ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഐ ഡോണ്ട് നോ വാട്ട് ടു പോസ്റ്റ്. എന്തിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് അറിയാൻ മേലാത്തത്. ഞാൻ മുമ്പ് പറഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, കുറേ ടോപ്പിക്. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് മൈൻഡ് സെറ്റ്, NLP, ഹിപ്നോതെറാപ്പി, നെവിൽ ഗോഡാർഡിൻ്റെ എല്ലാ ടീച്ചിങ്സും എനിക്ക് താല്പര്യമുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ, ഇതെല്ലാമാണ് എൻ്റെ എന്താ പറയുക, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ ഇതെല്ലാം ഞാൻ ഓരോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോഴും ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദർ ഇസ് നോട്ട് എന്താ പറയുക, ഒരു ഭയങ്കര ഇതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും, എന്നുവെച്ചാൽ ആഫ്റ്റർ എ ലിമിറ്റ്, ഇതെല്ലാം കുറേ വായിച്ചും കേട്ടും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ആ ഒരു ലിമിറ്റിലോട്ട് എത്തിയതെന്ന് വെച്ചാൽ എവറിത്തിങ് ഐ ന്യൂ വാട്ട് ദേ ആർ ടെല്ലിങ്. ഏത് ചാനലെടുത്ത് പോയാലും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഞാൻ ഇതിനകത്ത് എന്ത് പറയാനാണ് കൂടുതൽ എന്നുള്ള ചിന്തയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഐ ഡോണ്ട് ഹാവ് ആൻ എക്സാക്ട് റോഡ് മാപ്പ്. ഒരു റോഡ് മാപ്പ് കിട്ടുന്നില്ല, ഞാൻ എവിടെ നിന്ന് തുടങ്ങണം. ഇപ്പോൾ ഇന്ന് തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ടുഡേ ഓൾസോ, ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഷെയർ ടുഡേ വിത്ത് യു. പിന്നെ ഞാൻ ഓർത്ത് നോക്കി, ഞാൻ ലൈഫ് കോച്ച് ആയി കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, ഞാൻ ലൈഫ് കോച്ച് ആയിരുന്നു, അപ്പോൾ ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ. അല്ല, ഒരു ഡേയിൽ ഞാൻ റിലീജിയസ്ലി ഫോളോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ ഐ തോട്ട്, ആസ് ഐ ടോൾഡ്, ഞാൻ ഈ ഒരു മന്ത് എൻ്റെ ഇന്നർ വർക്കിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. സോ വെൻ ഐ ബ്രഷ് അപ്പ് ദോസ് തിങ്സ്, ഐ വിൽ ബി ഓൾസോ പ്രാക്ടീസിങ് വിത്ത് യു. സോ ദോസ് ഹു ആർ വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് വെരി സീരിയസ് അബൌട്ട് യുവർ ട്രാൻസ്ഫോർമേഷൻ, യു ക്യാൻ ഡു ദിസ് വിത്ത് മീ. സോ ഇന്ന് മുതൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ദിസ് വാസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഫോർ മൈസെൽഫ്. എൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ, എൻ്റെ ഇന്നർ വർക്ക്, അല്ലെങ്കിൽ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന, റിലീജിയസ് ആയിട്ട് വിത്തൗട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ്.
അത് തന്നെ പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമൊക്കെ എഴുതുമായിരുന്നു, ഇപ്പം എഴുതുമൊന്നുമല്ല കേട്ടോ. കാരണം നൗ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് മോർ ദാൻ റൈറ്റിംഗ് വി ഹാവ് ടു ഫീൽ ഇറ്റ് ഇൻ അവർ ബോഡി, ഹൗ യു ആർ ഫീലിംഗ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് എനിക്ക് മനസ്സിലായി. സോ മനസ്സിലാക്കിയപ്പോൾ മുതൽ ഞാൻ എഴുതാറില്ല, ഐ ഓൺലി ഫീൽ ഇറ്റ്. ഒരു കുറേ കാര്യമൊന്നുമില്ല, ചിലപ്പം ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എനിക്ക് ഒന്നിനും ലൈക്ക് എവറി ഡേ വിൽ നോട്ട് ബി ദ സെയിം അല്ലേ. ചില ദിവസം നമ്മൾ വിൽ ബി വെരി ഡൗൺ, വിൽ നോട്ട് ഫീൽ എനി മോട്ടിവേഷൻ ടു ഡു എനിത്തിങ് ഓർ ഇൻസ്പയർ ടു ഡു എനിത്തിങ്. അത് എണീറ്റപ്പോൾ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഹോൾ ഡേയിൽ എപ്പോഴേലും ആയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് വൺ തിങ് ഐ വിൽ ഫൈൻഡ് ടു പേ ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ വാട്ട് യു ഷുഡ് ബി ഡൂയിങ് ഈസ് ദാറ്റ് ഏറ്റവും നല്ലത് രാവിലെ എണീറ്റ ഉടനെ ചെയ്യുന്നതാണ്. അതുപോലെ രാത്രി കിടക്കണതിന് മുമ്പ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ജസ്റ്റ് തിങ്ക് അബൌട്ട് 3 things what you are grateful for. It can be as simple as like I had a nice sleep yesterday. Like it can be like my family is safe and sound. തലേദിവസത്തെ കാര്യങ്ങൾ ഓർക്കാം, ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള കുറേ ഫുഡുകൾ എനിക്ക് കഴിക്കാൻ പറ്റി. സോ ഐ എം ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് സച്ച് എ ജെന്യുവിൻ ഫ്രണ്ട് ഹു ക്യാൻ ഹെൽപ്പ് മീ വെൻ ഐ വാസ് ഇൻ നീഡ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാവും. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് റൈറ്റിംഗ്, എഴുതി തുടങ്ങാം. സോ ഡെയിലി എണീറ്റ ഉടനെ തന്നെ അത് ചെയ്യുക. പിന്നെ കിടക്കുന്നതിന് മുമ്പ്, കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എന്നിൽ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ലൈക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണെന്ന് നടന്നില്ല, എന്തൊക്കെ ഞാനൊന്ന് ചെയ്തില്ല എന്നാണ് എൻ്റെ കൂടുതൽ ചിന്ത പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ രാവിലെ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കിടന്നു കഴിയുമ്പോൾ എൻ്റെ മെയിൻ ചിന്ത ഇന്ന് ഇതൊക്കെ ചെയ്യണം. ലൈക്ക് ഐ യൂസ് ടു ഹാവ് എ ടു ഡു ലിസ്റ്റ്. അപ്പോൾ അതിനകത്തൊരു 5-6 കാര്യങ്ങൾ കാണും. രാത്രി കിടക്കുമ്പോൾ ഇതൊന്നും ചെയ്തില്ലല്ലോ, ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തില്ലല്ലോ. സോ ഐ വാസ് ഓൾവേസ് തിങ്കിങ് ഓഫ് വാട്ട് ഐ കുഡിൻ ഡു ദാറ്റ് ഡേ, അല്ലെ എന്താണ് അന്ന് മര്യാദയ്ക്ക് നടന്നില്ല എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ദ സെൻസ് എന്നല്ല, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അത് പറയുന്നത്, മോസ്റ്റ്ലി ലൈക്ക് ഇന്ന് എന്തെല്ലാം ഞാൻ നല്ലതായിട്ട് ചെയ്തു. ഇറ്റ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് ഇപ്പം നല്ലോണം അന്ന് ഞാൻ ലൈക്ക് ഐ വോണ്ട് ടു ഡു മെഡിറ്റേഷൻ, പക്ഷേ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയെന്നാവാം. സോ ഐ വിൽ ടെൽ ലൈക്ക് ഓക്കെ മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിലും ഐ ഹാഡ് എ ഗുഡ് നൈറ്റ്സ് റെസ്റ്റ്, ഞാൻ നല്ലോണം ഉറങ്ങി, നല്ല ഡീപ്പായിട്ട് എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റി. അതല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയോട് നല്ലോണം സംസാരിക്കാൻ പറ്റി, അല്ലെങ്കിൽ അന്ന് പിള്ളേരായിട്ട് വഴക്കുണ്ടാക്കിയില്ല, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അവരുടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, അവർ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കൂടെ ഇരുന്നു. സോ ഇറ്റ് ക്യാൻ ബി ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ എന്തെല്ലാം ചെറിയ കാര്യങ്ങൾ അന്ന് നടന്നു എന്ന് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. So these 2 things try to implement from today onwards. First thing is practice gratitude. Do the gratitude first thing in the morning. First thing in the morning, any order vedonilla. Like after brushing and also you can do that. 3 things, at least 1 thing. Mention it. Either start with writing. ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ആ ഫീലിംഗ് കൊണ്ടുവരാം. വെൻ ഐ ഹാവ് ദ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ്, എനിക്ക് ആ ഒരു ഹാർട്ടിൽ ബട്ടർഫ്ലൈ, സ്റ്റൊമക്കിൽ ലൈക്ക് ഇൻ ദ സ്റ്റൊമക്ക് ഹാർട്ട് ഏരിയ ഐ വിൽ ഹാവ് ദാറ്റ് ബട്ടർഫ്ലൈ ഫീലിങ്സ്. അങ്ങനെയാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാറ്. സോ അങ്ങനെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ നോക്കുക ബോഡിയിൽ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് rather than just writing and writing. Okay, and the second thing is before going to bed, think about what all things happened in a better way, what all went well today enna chindikka rather than what I didn't do today. Okay, so that's all for today. As per the literature, it is said that we need at least 66 days to see a change in ourselves. Okay, so try to incorporate what all I am telling to you in a span of 66 days. So 66 days cheyidittu try to comment all changes you've seen for yourself. Okay, so see you, take care.